കഞ്ഞിക്കുഴിയിൽ കൃഷിയിൽ 100 മേനി വിളവുമായി റവന്യൂ വകുപ്പ് ജീവനക്കാരൻ 14-ാം വാർഡിൽ കിഴക്കേവിള വീട്ടിൽ അനീഷാണ് സർക്കാർ ജോലി തിരക്കിനിടയിലും കൃഷിയിൽ നേട്ടമുണ്ടാക്കുന്നത്. 1 ഏക്കറോളം സ്ഥലത്ത് ചീരകൃഷിയാണ് ഇപ്പോൾ നടത്തുന്നത്. ചുവന്ന ചീര നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരത്തിൽ വിളവെടുപ്പ് ഉദ്ഘാടനം മാരാരിക്കുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ AV ബിജു നിർവഹിച്ചു. കഞ്ഞിക്കുഴിയുടെ പ്രത്യേകതയാണ് വളരെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിന് പഞ്ചായത്ത് ലെവലിൽ പ്രോത്സാഹനം നൽകുന്നതുമായൊരു സംവിധാനം നൽകുന്ന ഒരു പഞ്ചായത്താണ് കഞ്ഞിക്കുഴി. ഇവിടെ മാത്രമല്ല, പഞ്ചായത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും കൂടുതലായിട്ടുണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു. ഈ കൃഷി ഇവിടെ നടത്തുന്നത് റവന്യൂ വകുപ്പ് വില്ലേജിലെ ജീവനക്കാരൻ കൂടിയായിട്ടുള്ള ശ്രീ അനീഷ് കിഴക്കേവേളിയാണ്. ജോലി തിരക്കിനിടയിലും കൃഷി ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന ചെറുപ്പക്കാരൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട അനീഷിനെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്, ഈ ചീര വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത് ആരാധ്യനായ മാരാരിക്കുളം പോലീസ് CI, ഏറെ പ്രിയപ്പെട്ട, എന്നും കഞ്ഞിക്കുഴിയോടൊരു സ്നേഹവും ഇഷ്ടവും ഒക്കെ എന്നും കാണിച്ചിട്ടുള്ള, കഞ്ഞിക്കുഴി എന്ത് പരിപാടിക്ക് വിളിച്ചാലും ആ സെക്കൻഡിൽ ഓടിയെത്തി ഞങ്ങളോടൊപ്പം ടീം കഞ്ഞിക്കുഴിയോടൊപ്പം നിൽക്കുന്ന ഏറെ പ്രിയപ്പെട്ട ബിജു സാറാണ്. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് അനീഷിന്റെ കൃഷി. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുമ്പും വൈകിട്ട് വന്നതിന് ശേഷവും അനീഷ് കൃഷിപ്പാടത്ത് തിരക്കിലാണ്. അവധി ദിവസങ്ങളിൽ കൂടുതൽ സമയം കൃഷിക്കായി ചിലവിടുന്നുണ്ട്. വ്ളാന്താങ്കര ചീര, തൈക്കൽ ചീര, പട്ടുചീര, റെഡ് റോസ്, നാടൻ ചീര തുടങ്ങി 5 ഇനം ചീര ഇനങ്ങളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ചീരയ്ക്ക് പുറമെ നാടൻ കുക്കുംബറും പാടവരമ്പ് നിറയെ പരിപാലിക്കുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ, കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസർ അബു, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P രാജീവ്, പഞ്ചായത്ത് അംഗങ്ങളായ ഫെയ്സി വി ഏറനാട് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മളുടെ ഇപ്പം സംസാരിച്ചതുപോലെ കഞ്ഞിക്കുഴി എന്ന് കേരളത്തിൽ എവിടെ ചെന്നാലും അറിയപ്പെടുന്നത് ജൈവ പച്ചക്കറി കൃഷിയുടെ പേരിൽ, അതായത് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതില്ല. അതിൽ എൻ്റെ ഓഫീസിൽ തന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ സാധാരണ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറഞ്ഞാൽ ഫാനിൻ്റെ അടിയിലിരുന്ന് ഷർട്ടിൽ ഡ്രസ്സിൽ ചെളിപുരളാതെ ജോലി ചെയ്യുക എന്നുള്ള ചെറുപ്പക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്നും തികച്ചും വിഭിന്നമായി ആ ജോലിക്കിടയിലും, അതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ഏക വരുമാന മാർഗം എങ്കിൽ പോലും, ഒരു കൃഷിയോടുള്ള ആഭിമുഖ്യം അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ശുചിത്വമൊക്കെ പകർന്നു നൽകിയൊരു സന്ദേശം അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യം പുതുതലമുറയിലുമൊക്കെ വളർത്തിയെടുക്കുന്നതിൽ അനീഷിൻ്റെയും പങ്ക് വളരെ വലുതാണ്.